റേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആധികാരികത അതിനുണ്ടാവണം. അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളൊരു കളക്ഷനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം സാക് മിൽക്ക് എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ ഇവിടെയുള്ള മിക്ക മാധ്യമങ്ങളും ഇന്ന് ആശ്രയിക്കുന്നത് സാക് മിൽക്കിന് പുറത്തുവിടുന്ന കണക്ക് പ്രകാരമാണ്. അത് ഒരു അറിയപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ്, ഒരു ട്രാക്കർമാരെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ് സാക് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു കളക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവരുടെ കളക്ഷൻ നോക്കി നമ്മൾ പറയുമ്പോൾ അത് മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആരുടെ ആയാലും ഇപ്പം എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നമ്മൾ സാക് മിൽക്കിനോടൊപ്പം അദ്ദേഹം ഡെയിലി, അതായത് സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മുതൽ ആദ്യത്തെ ദിവസം കളക്ഷൻ പുറത്തുവിട്ട് ആ സിനിമയുടെ ഏതാണ്ട് എനിക്ക് 100 കോടി അത് ക്ലബ്ബിൽ എത്തുന്നിടം വരെയും അല്ലെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നിടം വരെയും ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ പേജിൽ കൃത്യമായിട്ടുള്ള കളക്ഷൻ്റെ അപ്ഡേറ്റുകൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കളക്ഷനുകൾക്ക് നമുക്ക് എപ്പോഴും ഒരു ആധികാരികതയുണ്ട്. കാര്യം അത്തരത്തിലുള്ള ഓരോ ദിവസത്തെയും കളക്ഷൻ കാണിച്ചുകൊണ്ട് ഒരു പേജ് മുന്നോട്ട് പോകുമ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തിരുത്താൻ പറ്റും. എന്നിട്ട് തന്നെ പല ആൾക്കാരും വെയിറ്റ് ചെയ്തു, 100 കോടി ആ സമയത്ത് ആയില്ല, പിന്നീടാണ് 100 കോടി ആയതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. അപ്പം സാക് മിൽക്കിൻ്റെ ഒരു കളക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മാർക്കോ സിനിമയുടെ കളക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പം സാക് മിൽക്കിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഔദ്യോഗിക ആൾക്കാരുടെ പുറത്തുനിന്ന് ഔദ്യോഗികമായിട്ട് അതിൻ്റെ കളക്ഷൻ പുറത്തു വിടുന്ന സമയത്ത് 5 കോടി 50 കോടി 5 ദിവസം കൊണ്ട് അവർ കളക്ട് ചെയ്തതായിട്ടുള്ള കണക്കുകൾ അവർ പുറത്തു വിട്ടിരുന്നത്. പക്ഷേ സാക് മിൽക്കിൻ്റെ കണക്കും പ്രകാരം 7ാമത്തെ ദിവസമാണ്, അതായത് 6ാമത്തെ ദിവസം ഏതാണ്ട് 49 കോടിയിലെത്തുകയും 7ാമത്തെ ദിവസം 53 കോടി, അതായത് 50 കോടി കഴിഞ്ഞ് കിട്ടിയത് 7ാമത്തെ ദിവസമാണെന്നാണ് സാക് മിൽക്കിൻ്റെ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം പിന്നീട് അത് കൂടാതെ ഇപ്പോൾ 8 ദിവസം പൂർത്തിയാവുന്ന സമയത്ത് 57 കോടിയാണ് മാർക്കോയ്ക്ക് കളക്ഷനായിട്ട് വരുന്നത്. 57 കോടി 8 ദിവസം കൊണ്ട്, അതായത് ഇന്നിപ്പോൾ തീയതി 29, 27ാം തീയതി വരെയുള്ള കളക്ഷൻ ആണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. കാര്യം 28ാം തീയതിത്തെ കളക്ഷൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് 29ാം തീയതി വൈകുന്നേരത്ത് വരാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ 8 ദിവസത്തെ കളക്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ 57 കോടി ഇതുവരെ മാർക്കോ നേടിയിട്ടുണ്ട്. അപ്പം ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കളക്ഷൻ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതൊരു വീഡിയോ ഇട്ടേണ്ട താഴെ കൊണ്ടുവന്ന് എസ്സേ പോലെ ഒരാൾ എന്തൊക്കെയോ കൊണ്ടുവന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുത്തി അത്രയും വായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് കളക്ഷൻ സാക് മിൽക്ക് അത് വിട്ട് കളഞ്ഞിട്ടാണ്, ഇത് വിട്ട് കളഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കളക്ഷൻ സാക് മിൽക്ക് പുറത്തു വിടുമ്പോൾ മാത്രമേ ഉള്ളൂ മറ്റ് ചില കാര്യങ്ങൾ പരിഗണിക്കാതെ കളക്ഷൻ എടുക്കുന്നത്? ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമയുടെ കളക്ഷൻ, അത് മാർക്കോയുടെ കളക്ഷൻ പുറത്തു വിടുമ്പോൾ മാത്രം സാക് മിൽക്കിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് അണിയറ പ്രവർത്തകർ ഈ പറഞ്ഞ കണക്ക് 4-5 ദിവസം കൂടുമ്പം ഒറ്റയടിക്ക് ഇത്ര കോടി ക്ലബ്ബിൽ കയറുന്നെന്ന് പറയുന്നത് കളക്ഷൻ മറ്റുള്ളവർ വിശ്വസിക്കണം. മറ്റുള്ളതിനെല്ലാം സാക് മിൽക്കിനെ നമ്മൾ ആധാരമാക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒന്നുകിൽ ഈ പറയുന്ന കണക്ക് അണിയറ പ്രവർത്തകർ പറയുന്ന കളക്ഷനൊക്കെ എല്ലാവരും വിശ്വസിക്കാൻ തയ്യാറാവണം. എല്ലാ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന അല്ലാത്തവരെല്ലാവരും ആ കണക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഇതുപോലെ സാക് മിൽക്ക് പോലുള്ള ആൾക്കാരുടെ കളക്ഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അല്ലാതെ ഉണ്ണി മുകുന്ദനോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്ത് ചില ആൾക്കാർ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയുടെ കളക്ഷനുകൾ മാത്രം കുറച്ച് കാണിച്ചുകൊണ്ട് സാക് മിൽക്കിന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഈ സാക് മിൽക്കിന് എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ണി മുകുന്ദനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ മാർക്കോ സിനിമയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എത്രയോ കാലം കൊണ്ട് അവരുടെ കണക്കുകൾ ആധാരമാക്കി ആൾക്കാർ സിനിമ കളക്ഷനെ കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. പിന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ട് പറഞ്ഞേക്കുന്ന എന്തുവാ മോശം കുറ്റം പറയാനായിട്ട് കാശ് വാങ്ങിച്ചിട്ട് ആൾക്കാർ പറയുന്നത്. കാശ് വാങ്ങിച്ചിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം തുറന്നു പറയുന്ന ഒരാൾ കാശ് വാങ്ങിച്ചിട്ടാണ് അത്തരത്തിലുള്ള ആൾക്കാർ അഭിപ്രായം പറയുന്നതെന്ന് പറയാൻ അങ്ങനെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനോടോ മാർക്കോ എന്ന് പറയുന്ന സിനിമയോടോ നമുക്ക് ആർക്കും യാതൊരു വിരോധവും ഇല്ല. അപ്പോൾ ഉണ്ണി മുകുന്ദനെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറയുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള പലരും ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയായിട്ട് അദ്ദേഹത്തിനെ ക്രൂരമായിട്ട് ചില ആൾക്കാർ വിമർശിച്ചപ്പോൾ അല്ലെങ്കിൽ വേട്ടയാടിയപ്പം ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പലയിടത്തും സംസാരിച്ച ആളാണ് ഞാൻ. അതിൻ്റെ ട്രെയിലർ ഉൾപ്പെടെ അതിൻ്റെ റിവ്യൂ നല്ല ഒപ്പീനിയൻ പങ്കുവെക്കുന്ന ഉൾപ്പെടെയുള്ള പിന്നീടുള്ള ഒരുപാട് ദിവസങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എടുത്ത് സംസാരിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വാദിച്ചിട്ടുണ്ടെന്ന് വരെ പറയാം. അതുപോലെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനും. അപ്പോൾ എല്ലാവർക്കും വേണ്ടല്ല, പക്ഷേ അതുപോലെ മാർക്കോ എന്ന് പറയുന്ന സിനിമയും കണ്ടിട്ട് ഏറ്റവും മികച്ച അഭിപ്രായമാണ് ഞാനന്ന് എൻ്റെ ഒപ്പീനിയൻ പങ്കുവെച്ചപ്പോൾ പറഞ്ഞത്. അന്ന് നൈറ്റിൽ തന്നെ ഞാൻ വീണ്ടും അതിൻ്റെ ഒരു 3rd ഷോസ് എന്നും ഹൗസ്ഫുൾ എന്നും പറഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇതുമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുടെ ആയാലും ശരി, ഇപ്പോൾ കളക്ഷനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് തുറന്നു പറയും. തുറന്നു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് ആരോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കേടോ ഒന്നുമല്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടനെ പോലും അല്ലെങ്കിൽ നടന്മാരെ പോലും നമ്മൾ ഈ പറഞ്ഞ കണക്ക്
പറയേണ്ടുന്ന സമയത്ത് അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ അതുകൊണ്ട് പ്രതികരിക്കുന്നതെന്ന് മാത്രം. അപ്പം എന്തായാലും മാർക്കോ ഒരു വലിയ വിജയം അന്യഭാഷകളിലൊക്കെ റിലീസ് ചെയ്ത് വലിയ രീതിയിലുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് പറയുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ മാർക്കോ ഒരു വലിയ വിജയമായി തീരട്ടെ, ഒരു വലിയ കളക്ഷനിൽ തന്നെ അത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.